കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്നും കൊന്നുകളയണമെന്നും യഹൂദന്മാരുടെയും ഹെരോദ്യ രാജാവിൻ്റെയും ആഗ്രഹം ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബേദലഹേമിൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി ഒരുവൻ പിറക്കുമെന്നും അവൻ യഹൂദന്മാരുടെ രാജാവായി തീരുമെന്നുള്ള ആഴമേറിയ അറിവുകളാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആട്ടിടയന്മാരും വിദ്വാൻമാരുമായ ആളുകൾ അറിഞ്ഞിരിക്കൊണ്ടും യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അവർ കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ പോകുന്നത് കണ്ടും അവർക്ക് മുമ്പേ പോകുന്നത് കണ്ടിട്ട് വിദ്വാൻമാരായ ആളുകൾ ഹെരോദ്യ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയും ഈ വാർത്ത അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ചെന്ന് അവനെ കണ്ട് നമസ്കരിച്ച ശേഷം മടങ്ങി വന്ന് അവൻ എവിടെയായിരിക്കുന്നു എന്നും എന്നെ അറിയിക്കണമെന്നുമുള്ളതുമായ അവനെ നമസ്കരിക്കണമെന്നുമായി ഹെരോദ്യ രാജാവ് അറിയിക്കുന്ന വാക്കുകളാണ് ഈ വചനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് കടന്നുപോയ വിദ്വാൻമാരായ ആളുകളോട് സർവശക്തിയുള്ള ദൈവം യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് മടങ്ങി ഹെരോദ്യാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകരുതെന്നും വേറെ വഴിയായി മടങ്ങിപ്പോകണമെന്നും അവർക്ക് അരുളപ്പാടുണ്ടായതു നിമിത്തം അവർ ഹെരോദ്യാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാതെ വണ്ണം വേറെ വഴിയായി മടങ്ങിപ്പോകുവാൻ ഇടയായി. അതുപോലെ 16-ാം വാക്യത്തിൽ പറയുന്നത്, വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദ്യാവ് കണ്ടു, വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ് കാലത്തിനൊത്തവണ്ണം 2 വയസ്സു താഴെ ഉള്ള ആൺകുട്ടികളെ ഒക്കെയും ബേദലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. യേശുക്രിസ്തു ജീവിച്ചിരിക്കുവാൻ പാടില്ല എന്നും യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കൊണ്ടും തൻ്റെ അധികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു രാജാവാകുമെന്നുള്ള ചിന്തയാണ് യേശുക്രിസ്തുവിനെ കൊന്നുകളയണമെന്നുള്ള ഹെരോദ്യാവിൻ്റെ മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ ആഗ്രഹം ഉണ്ടായതെന്ന വാക്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 13, 33, 40 അതുപോലെ യോഹന്നാന്റെ 19-ാം അധ്യായം 22 ഈ കാര്യങ്ങൾ വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ഹെരോദ്യാവിൻ്റെ ആഗ്രഹപ്രകാരം 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പറഞ്ഞ ശേഷവും പക്ഷേ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ ഹെരോദ്യാവിന് കഴിഞ്ഞില്ല. താനും യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും താൻ രാജാവായി മടങ്ങി വരുന്ന ദിവസമുണ്ടെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നത് പോലെയും യേശുക്രിസ്തുവിനെ കൊന്നുകളയുവാൻ ആഗ്രഹിച്ച ഹെരോദ്യാവിൻ്റെ ചിന്താഗതിയെ എന്നേക്കുമായി മരിച്ച് മൺമറഞ്ഞുപോയ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്താഗതിയുമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട യേശുക്രിസ്തു വിശ്വാസത്തോടെ ഈ കാലഘട്ടങ്ങൾ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടതിന് നമുക്ക് താല്പര്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഹേറോദ് അവൻ്റെ ആഗ്രഹപ്രകാരം യേശു ക്രിസ്തുവിനെ അന്ന് ക്രൂശിച്ചു കൊല്ലുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം താൻ രാജാവായി വരുന്ന ദിവസത്തിനു വേണ്ടി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.